ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ട എക്സാമിൻ്റെ വീക്കിലി എക്സാമിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ആൻസർ മാത്രമേ പറഞ്ഞോളൂ. നമ്മൾ ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ലൈവിൽ വന്ന് എടുത്തതാണ്. ഇതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പറയാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്ത രൂപമേത്? നമുക്കറിയാം കേരളത്തിൻ്റെ ഏറ്റവും തനത് ലാസ്യ നൃത്ത രൂപമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മോഹിനിയാട്ടം കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മഴിക്കുക എന്ന ആഹ്വാനം ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിലാണ് ഡു ഓർ ഡൈ അല്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മഴിക്കുക എന്ന് പറഞ്ഞ എന്താണ് ആഹ്വാനം അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം മുൻപോട്ട് വന്നത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. ഉപ്പ് സത്യാഗ്രഹമാണെങ്കിൽ 1930 ചമ്പാരൻ സമരം 1917 നിസ്സഹകരണ സമരം 1920-22 കാലയളവിലായിരുന്നു. ഇതിൻ്റെ ഒരു ടൈം ലൈനും നിങ്ങൾ ഓർത്ത് വെക്കണം. കാരണം കാറ്റഗറി 1-നും 2-നും പ്രത്യേകിച്ച് 1-നൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ശരിയായിട്ടുള്ള ക്രമം രേഖപ്പെടുത്തുക. സോ വർഷങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. 1-ന് സോഷ്യൽ സയൻസ് ഇല്ല എന്ന് വെക്കരുത്. 2-ന് സോഷ്യൽ സെപ്പറേറ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും 1-ൻ്റെ അകത്തുനിന്ന് 5 ക്വസ്റ്റ്യനുള്ള സോഷ്യലിൽ നിന്നായിരിക്കും വരുന്നത്. കാരണം മിക്സ് ആണല്ലോ LP ലെവലിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ വിത്ത് നട്ട് ഉണ്ടാകുന്ന ചെടിക്ക് ഉദാഹരണം ഇത്? നമുക്കറിയാം നമ്മുടെ ചെടികൾ ഉണ്ടാകുന്നത് വിത്ത്, തണ്ട്, ഇങ്ങനെയുള്ള ഇല, വേര്, ഇതിലൂടെയാണ് നമ്മുടെ വിത്ത് പുതിയ സസ്യം ഉണ്ടാവുന്നത് അല്ലേ, മദർ പ്ലാന്റിൽ നിന്ന് ഉണ്ടാകുന്നത്. അതിൽ വിത്ത് നട്ടുണ്ടാകുന്നത് ഉദാഹരണമാണ് ഏത്? നമ്മുടെ മാവ്. നമുക്കറിയാം മാവിൻ്റെ മാങ്ങാണ്ടി കുഴിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ. ഇല മുളച്ചാണെങ്കിൽ അതിൽ തന്നെ ഉണ്ട്, ഇലയാണ് മുളയ്ക്കുന്നത്. ചെമ്പരത്തി ആണെങ്കിൽ നമുക്കറിയാം തണ്ടാണ് വെക്കുന്നത്, ചെമ്പരത്തിയുടെ തണ്ടാണ് നമ്മൾ കുഴിച്ചിടുന്നത്. കറിവേപ്പാണെങ്കിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു, വേരാണ് കേട്ടോ. അത് നോക്കിയിട്ട് വേണം പോകാൻ. ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം കടന്ന് കറങ്ങുന്നുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യനോട് നിങ്ങൾ നോക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അപാരമായ കാഴ്ചശക്തി, കൂർത്ത നഖങ്ങൾ, ഉയരത്തിൽ പറക്കുന്നു, ഏത് ജീവിയുടെ സവിശേഷതയാണ്? നമുക്കറിയാം വീട്ടിലൊക്കെ കോഴിക്കുഞ്ഞും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒക്കെ വളർത്തുന്നവരുണ്ടെങ്കിൽ ഈ ഒരു കഷ്ടപ്പാട് അറിയുന്നത് അല്ലേ. അപാരമായിട്ടുള്ള കാഴ്ചശക്തി, അതുപോലെ കൂർത്ത നഖങ്ങൾ, ഉയരത്തിൽ പറക്കുന്നു. ആർക്കാണ്? നമ്മുടെ പരുന്തിനാണ് ആ കഴിവുള്ളത് കേട്ടോ. അപാരമായിട്ടുള്ള കാഴ്ചശക്തിയാണ്, അതായത് മുകളിൽ നിന്ന് എവിടെയാണ് ഈ പറഞ്ഞ അതിനുള്ള പ്രേ എവിടെയാണെന്ന് ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ കൂർത്ത നഖങ്ങളുണ്ട്, പൊക്കിയെടുത്ത് അല്ലെങ്കിൽ വന്ന് പിക്ക് ചെയ്ത് പെട്ടെന്ന് ആ നാഗം കൊണ്ട് ഇറുക്കി പിടിച്ചാണ് അതുങ്ങൾ പോകുന്നത്. പിന്നെ ഉയരത്തിൽ പറക്കാനുള്ള നല്ല ദൂരം തന്നെ അപാരമായ ശക്തി, ഉയരത്തിൽ പറക്കുമ്പോൾ തന്നെ താഴെയുള്ള കാര്യങ്ങൾ അതിന് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നതാണ്. പിന്നെ കാക്കയാണെങ്കിൽ നമുക്ക് നമ്മുടെ പരിസരമൊക്കെ വൃത്തിയാക്കുന്നതാണ്. തത്ത നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു നമ്മുടെ ഒരു പെറ്റ് കൂടിയാണ്, നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു പക്ഷി കൂടിയാണ്. കൊക്ക് നമ്മുടെയൊക്കെ കണ്ടത്തിലൊക്കെ വന്നിരിക്കുന്ന നമ്മുടെ ഈ പറയുന്ന ഈ മീനെയൊക്കെ പിടിക്കാനായിട്ട് കഴുത്തിന് നീളമുള്ള പക്ഷിയാണ് കൊക്കെന്ന് പറയുന്നത് കേട്ടോ. അടുത്തത്, ലോക ആരോഗ്യ ദിനമെന്ന്. ലോക ആരോഗ്യ ദിനം വരുന്നത് ഏപ്രിൽ 7 കേട്ടോ. ഇങ്ങനെ തന്നെ ആയിരിക്കും ഓപ്ഷൻ വരുന്നത്. ഏപ്രിൽ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ ഏപ്രിൽ ഏത് ദിവസമാണ് കൃത്യം പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏപ്രിൽ 3, ഏപ്രിൽ 9, ഏപ്രിൽ 5, ഏപ്രിൽ 7. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം നമ്മൾ ആഘോഷിക്കുന്നത്. അടുത്തത്, ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? നമുക്കറിയാം ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് വയറിളക്കം, ജലത്തിലൂടെയാണ്. കോളറ ജലത്തിലൂടെയാണ്. ടൈഫോയിഡും ജലത്തിലൂടെയാണ്. ചിക്കൻ ഗുനിയ കൊതുക് മുഖേനയാണ് പകരുന്നത്. അതുകൊണ്ട് തന്നെ ചിക്കൻ ഗുനിയ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളിൽ പെടാത്തതാണ്. ഈ ഒരു ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. സ്ഥിരം ചോദ്യങ്ങളുള്ളതാണ് കേട്ടോ. രോഗങ്ങളും രോഗകാരികളും എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ഉള്ളതാണ്. നിങ്ങൾക്ക് ഇനി 6-ലും 7-ലും ഒക്കെ വരുന്ന സയൻസിൻ്റെ ടോപ്പിക്കിനകത്ത് ഇത് എടുത്ത് ചോദിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പരമ്പരാഗത നാടകാഭിനയ രൂപം ഏതാണെന്ന്? തെയ്യമാണോ, ചാക്യാർ കൂത്താണോ, കൂടിയാട്ടമാണോ, കഥകളിയാണോ? ഉത്തരം വരേണ്ടത് പരമ്പരാഗത നാടകാഭിനയ രൂപമാണ് വേണ്ടത്. അത് കൂടിയാട്ടമാണ് പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ നാടകാഭിനയ രൂപം. കഥകളിയാണെങ്കിൽ കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് കഥകളി കേട്ടോ. അത് നോക്കിയിട്ട് വേണം പോകാൻ. കഥകളിയാണ് നമ്മുടെ കലകളുടെ രാജാവ് എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് നമ്മുടെ സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ്. വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? നമുക്കറിയാം വികാസത്തെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ നമ്മൾ ഒരുപാടെണ്ണം കണ്ടു. വളർച്ചയും വികാസവും
അതുപോലെ തന്നെയുള്ള പ്രസ്താവനകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ നമ്മൾ പറഞ്ഞായിരുന്നു വികാസത്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. വളർച്ച ഇല്ലാതെ തന്നെ വികാസം ഉണ്ടാവാതിരിക്കാം അല്ലേ. പക്ഷേ വികാസം എന്നത് നമ്മുടെ ജനനം മുതൽ മരണശൈലിയിൽ പോലും ഉണ്ടാവുന്നതാണ് വികാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ആ പറഞ്ഞത് ശരിയാണ്. അടുത്തത്, വികാസം വളർച്ചയിലൂടെ മാത്രമേ സാധ്യമാകൂ. ആ പോയിന്റ് തെറ്റാണ്. അടുത്തത്, വികാസം ഗുണാത്മകമാണ്. ശരിയാണ്. വികാസഘട്ടങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതും ശരിയാണ്. നമ്മൾ ഇന്ന് സൈക്കോളജിയുടെ ടോപ്പിക്കിനകത്ത് എടുക്കാൻ പോകുന്നതും ഈ ഒരു കണ്ടന്റ് തന്നെ, വികാസ തത്വങ്ങൾ എന്ന് പറഞ്ഞ കണ്ടന്റ് തന്നെയാണ്. അതിൽ നമുക്കൊന്നുകൂടി ഇതിനെ വെരിഫൈ ചെയ്ത് പഠിക്കാം. ഇപ്പോൾ ഓർത്തിരിക്കുന്നതാണ്, വികാസം സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ഈ രണ്ടാമത്തെ ഓപ്ഷൻ ബി വരേണ്ടത്. കാരണം വളർച്ചയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് പറയുന്നത്. കാരണം നമ്മൾ പഠിച്ചു, വികാസം എന്നത് വളർച്ചയ്ക്ക് കാരണമായെന്നും അല്ലെന്നും വരാം അല്ലേ. അതായത് വളർച്ചയില്ലാതെ തന്നെ വികാസം ഉണ്ടാവാം. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റുള്ള പിള്ളേരും അതുപോലെ തന്നെ മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള പിള്ളേരും ഒക്കെ. അവർക്ക് ഒരു സ്ഥലത്ത് പ്രശ്നമുണ്ട് എങ്കിൽ വേറൊരു വശം അവർക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു മറുവശം അവർക്ക് കാണും. അപ്പം വികാസം എന്നത് വളർച്ചയിലൂടെ മാത്രമല്ല, അല്ലാതെയും സാധ്യമാകാം. ഓർത്തിരിക്കേണ്ട പോയിൻ്റാണത്. വികാസം ജനനം മുതൽ മരണശൈലിയിൽ പോലും ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, 10 വയസ്സുകാരനായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ്. നമ്മുടെ പഠിച്ച ആദ്യത്തെ ടോപ്പിക്കിൽ നിന്ന് വന്നതാണ്. നോക്കിയേ, 10 വയസ്സുകാരനായ സഞ്ജുവിന് ക്രിക്കറ്റ് ഒരു ഹരമാണ്. അവൻ നല്ലൊരു ബാറ്ററും സ്പിൻ ബോളറുമാണ്. ക്രിക്കറ്റിൻ്റെ ബാലപാഠങ്ങൾ അവൻ സ്വയം പഠിക്കുകയും മുതിർന്ന കളിക്കാരുമായി കളിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് അവൻ കേരള സ്റ്റേറ്റ് ജൂനിയർ ക്രിക്കറ്റ് ടീം കളിക്കാരനാണ്. ഇത് അവൻ്റെ സ്കൂളിന് അഭിമാനമാകാവുന്ന കാര്യമാണ്. സ്കൂളിലെ ഏത് രേഖയിലാണ് സഞ്ജുവിൻ്റെ പേര് രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടത്? ഏത് രേഖയാണ്? സഞ്ചിത രേഖയാണോ, ഉപാഖ്യാന രേഖയാണോ, പോർട്ട്ഫോളിയോ ആണോ, ലോഗ് ബുക്കാണോ? നമുക്കറിയാം, ഒരു കൊച്ചിൻ്റെ ആരംഭം മുതലുള്ള കാര്യങ്ങൾ ഇവിടെ കണ്ടില്ലേ, കണ്ടോ? 10 വയസ്സായ സഞ്ജുവിൻ്റെ കാര്യങ്ങൾ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അല്ലേ. അവൻ അപ്പം കളിക്കാൻ തുടങ്ങി, നല്ല ബോളറും സ്പിന്നറും കുട്ടിക്കാലത്തിലായിരുന്നു. കൂട്ടുകാരുടെ കളിക്കാൻ തുടങ്ങി, അതിനുശേഷം പ്രായമായപ്പോൾ അവൻ എന്ത് ചെയ്തു, വലിയ ആൾക്കാരോട് കളിക്കാൻ തുടങ്ങി എന്നിങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾക്ക് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ വരേണ്ടത്? സഞ്ചിത രേഖ, അല്ലെങ്കിൽ അവിടെ അവനോട് ആരംഭം മുതലുള്ള കാര്യങ്ങൾ മൊത്തം റെക്കോർഡാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വേണ്ടത് സഞ്ചിത രേഖയാണ്. ഉപാഖ്യാന രേഖ എന്ന് പറഞ്ഞാൽ അവിചാരിതമായ സംഭവങ്ങൾ, അല്ലെങ്കിൽ എന്താണ്, അവിചാരിതമായ സംഭവങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നതാണ് ഉപാഖ്യാന രേഖ എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ നമുക്കറിയാം, ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു ഇത്ര നാളത്തെ കുട്ടികളുടെ വർക്കുകളെല്ലാം നമ്മൾ റെക്കോർഡാക്കി സൂക്ഷിക്കുന്നതാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ലോഗ് ബുക്ക് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ സൂക്ഷിക്കുന്ന ബുക്കാണ് ലോഗ് ബുക്ക് കേട്ടോ. ആ കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതു തരം ചോദ്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ഭാഷാ സ്വാധീനത്തെയും വായനയുടെ ആഴത്തെയും ആശയാവതരണത്തെയും അളക്കുവാൻ സഹായിക്കുന്നത്? കണ്ടോ, 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, അവന് ഭാഷ അറിയാമോ. 2, അറിയാവുന്ന ഭാഷ എത്രമാത്രമുണ്ട്. 3, അവൻ്റെ വായനാശീലം എത്രമാത്രമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അളക്കാൻ പറ്റുന്ന ഏത് തരം ചോദ്യങ്ങളാണ് ഉള്ളത്? നമുക്കറിയാം, ഹ്രസ്വസ്വര ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിലൊക്കെ ഉത്തരം എഴുതുന്നതാണ് ഹ്രസ്വസ്വര ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ദീർഘോത്തര ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്സേ ടൈപ്പാണ്. എന്ന് പറഞ്ഞാൽ വളരെ ഇലാബറേറ്റ് ആയിട്ട് നമ്മൾ 2.5 പുറം അല്ലെങ്കിൽ 1.5 പുറമൊക്കെ എഴുതുന്നതാണ് ദീർഘോത്തര ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ബഹുവിൽപ്പക മാതൃകാ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ OMR ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് വസ്തുനിഷ്ഠ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ഒരു ആവറേജ് ലെവലിൽ നിന്നുകൊണ്ടുള്ള മാച്ച് ദി ഫോളോയിങ് കാര്യങ്ങളൊക്കെ, എന്താ ടിക്ക് ദി കറക്റ്റ് ആൻസർ, മാച്ച് ദി ഫോളോയിങ് എന്ന് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഈ പറഞ്ഞ വസ്തുനിഷ്ഠ ചോദ്യങ്ങൾ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വ്യക്തിയുടെ ഭാഷാ സ്വാധീനത്തെയും വായനയുടെ ആഴത്തെയും ആശയാവതരണത്തെയും അളക്കാൻ സാധിക്കുന്ന ഏതായിരിക്കും? അപ്പം ദീർഘോത്തര ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഇതൊരു കോമൺ ക്വസ്റ്റ്യനാണ്. എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസിലാണ് നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്നത് ഒരു ആളുടെ വായന, അല്ലെങ്കിൽ അതിനകത്ത് പാരഗ്രാഫ് വായിച്ച് തിരിച്ചെഴുതുമ്പോൾ പല സംഭവങ്ങളുമായിട്ട് നമുക്ക് കോട്ട് ചെയ്തൊക്കെ എഴുതാൻ പറ്റും അല്ലേ. അങ്ങനെ എഴുതണമെങ്കിൽ അതൊരു ദീർഘോത്തര ചോദ്യമായിരിക്കണം, അല്ലെങ്കിൽ അതൊരു എന്തായിരിക്കണം, എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാത്രമേ ആ ഒരു പരിപാടി അവിടെ നടക്കുകയുള്ളൂ. അല്ല എങ്കിൽ അത്
നടക്കത്തില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരിക്കണം. പക്ഷേ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ ഓർത്തിരിക്കണം. ഇതിൽ നിന്നും ചോദ്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഹസ്രോസ്രം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻസർ, ദീർഘോത്തരം, SI ടൈപ്പ്, ബഹുവിൽപ്പക മാതൃകാ ചോദ്യങ്ങൾ, OMR ടൈപ്പ് നമ്മുടെ കേട്ടിട്ട് പരീക്ഷയൊക്കെ അതിനൊരു എക്സാമ്പിളാണ്. വസ്തുനിഷ്ഠ ചോദ്യങ്ങൾ വെച്ചാൽ നമ്മുടെ ഈ മാത്സ് ഫോളോയിങ് ഒക്കെ പോലെ ഒബ്ജക്റ്റീവ് ടൈപ്പാണ് വരുന്നത് കേട്ടോ. ആ കാര്യങ്ങളോട് ഓർത്തിരിക്കുക. അടുത്തത്, എല്ലാ നവജാത ശിശുക്കൾക്കും ജന്മനാ തന്നെ ഭാഷയുടെ ആന്തരിക ഘടന മനസ്സിലാക്കി ഭാഷാവികാസം സാധ്യമാക്കുന്നതിനുള്ള ഒരു ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് ഉണ്ടെന്ന് നിർദ്ദേശിച്ചത് ആരാണ് നിർദ്ദേശിച്ചത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളത്തിനും ഇംഗ്ലീഷിനും സൈക്കോളജിക്കും സ്ഥിരം ചോദിക്കുന്ന ഒരാളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഇംഗ്ലീഷാണ് എങ്ങനെ ചോദിക്കുന്നത്? എവരി ഇൻബോൺ ചൈൽഡ് ഹാസ് ആൻ എബിലിറ്റി ടു അക്വയർ എനി ലാംഗ്വേജ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഏതൊരു നവജാത ശിശുവിനും അല്ലെങ്കിൽ ഏതൊരു ജനിച്ചു വീഴുന്ന കൊച്ചിനും എന്തുണ്ട്? ഒരു ലാംഗ്വേജിൻ്റെ ഗ്രാമാറ്റിക്കൽ സ്കില്ലടക്കം പഠിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ട് എന്ന് പറഞ്ഞ ആളാണ് നോം ചോംസ്കി. പേര് മറന്നു പോകല്ല, നമ്മൾ പഠിപ്പിച്ചതാണ്. ഈ വ്യക്തികളിൽ, അതായത് നമ്മുടെ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളിൽ അല്ലെങ്കിൽ ഭാഷാ കാര്യങ്ങൾ പറഞ്ഞ വ്യക്തികളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതൽ തിയറീസ് പറഞ്ഞ ആളാണ് നോം ചോംസ്കി. സോ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഏതൊരു നവജാത ശിശുവിനും എന്തുണ്ട്? സ്വന്തമായി ഏതൊരു പുതിയ ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നേടിയെടുക്കാൻ കേട്ടോ. ഓർത്തിരിക്കണം, അക്വസിഷൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഇംഗ്ലീഷ് വാക്കിനെ നേരെ കൺവേർട്ട് ചെയ്താണ് നേടിയെടുക്കുക. അതിനുള്ളൊരു കഴിവുണ്ട് എന്ന് പറഞ്ഞത് നോം ചോംസ്കിയാണ് കേട്ടോ. അതേപോലെ തന്നെ ലാഡ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ്, അതായത് ഏത് ലാംഗ്വേജും പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഏത് ലാംഗ്വേജും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഏത് ലാംഗ്വേജും തരപ്പെടുത്തി എടുക്കാനുള്ള ഒരു അക്വസിഷൻ ഡിവൈസ് അവൻ്റെ ബ്രെയിനിൽ ഉണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് നോം ചോംസ്കി. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷിനും മലയാളത്തിനും സൈക്കോളജിക്കും ഈ ഒരു ചോദ്യം ചോദിക്കും കേട്ടോ. നോക്കിയിട്ട് വേണം പോകുവാൻ. അതുപോലെ തന്നെ സർവഭാഷാ വ്യാകരണം ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കേണ്ട ഒരു വാക്കാണ് കേട്ടോ. അതും പറഞ്ഞ ആരാണ്? സർവഭാഷാ വ്യാകരണം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഷയുടെയും വ്യാകരണം എന്ന് പറഞ്ഞാൽ ഗ്രാമർ കേട്ടോ. നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷൊക്കെ ഗ്രാമർ തുടങ്ങും. അപ്പം സർവഭാഷാ വ്യാകരണം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഏതൊക്കെ ഭാഷകളുണ്ടോ അതിൻ്റെ എല്ലാം വ്യാകരണം അടക്കം, അതായത് യൂസേജ് അടക്കം പഠിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഓരോ ജനിച്ച് വീഴുന്ന കൊച്ചിനുമുണ്ട്. അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അതും അദ്ദേഹത്തിൻ്റെ തന്നെ കോൺസെപ്റ്റാണ് സർവഭാഷാ വ്യാകരണം. അതിൻ്റെ മറ്റൊരു പേരാണ് രചനാന്തര പ്രജനന വ്യാകരണം. പേര് ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരം കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. PSC എക്സാമിനൊക്കെ നിങ്ങൾ പോകുമ്പം ഈ ഒരു പേരായിരിക്കും വരുന്നത്, രചനാന്തര പ്രജനന വ്യാകരണം കേട്ടോ. അതും ഈ സർവഭാഷാ വ്യാകരണം പോലെ തന്നെ പറയുന്നതാണ്. മറ്റൊരു പേര് അറിയപ്പെടുന്നതാണ് രചനാന്തരണ പ്രജനന വ്യാകരണം കേട്ടോ. അതും നോം ചോംസ്കിയുടെ തന്നെയാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. സോ നമ്മുടെ ഈ ലാംഗ്വേജ് സൈക്കോളജിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അർഹിക്കുന്ന വ്യക്തിയാണ് നോം ചോംസ്കി. ജീൻ പിയാഷെ പറഞ്ഞ കാര്യങ്ങൾ കൂടുതലായിട്ടും കോൺജുഗേറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലാണ്, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പിയാഷെ പറഞ്ഞതാണ് ചിന്തയാണ് ഭാഷയെ നയിക്കുന്നതെന്ന് പറഞ്ഞ വ്യക്തിയാണ് ജീൻ പിയാഷെ കേട്ടോ, അല്ലെങ്കിൽ യാങ് പിയാഷെ. ചിന്തയാണ്, തോട്ടാണ് ലാംഗ്വേജിലേക്ക് നമ്മളെ നയിക്കുന്നത്. നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോഴാണ് അവിടെ ഭാഷ ഉണ്ടാവുന്നത് എന്നാണ് ജീൻ പിയാഷെ പറഞ്ഞത്. ഓർത്തിരിക്കണം, ചിന്തയാണ് ഭാഷയെ നയിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് യാങ് പിയാഷെ. ഇനി ലേവ് വൈഗോസ്കി ആണെങ്കിൽ ജീൻ പിയാഷെ പറഞ്ഞതിനെ തിരിച്ചു പറഞ്ഞു, ഭാഷയാണ് ചിന്തയെ നയിക്കുന്നത് കണ്ടോ. പിയാഷെ പറഞ്ഞത് ചിന്തിച്ചാൽ മാത്രമേ ഭാഷയുണ്ടാകൂ എന്ന് പറഞ്ഞു പിയാഷെ. കാരണം പിയാഷെ വൈജ്ഞാനികത്തിൻ്റെ ആളാണ്. അങ്ങനെ തന്നെ ഓർത്താൽ വൈജ്ഞാനികം വേണമെങ്കിൽ അവിടെ ചിന്ത വേണം, അവിടെ ബുദ്ധി വേണം, അവിടെ ബ്രെയിൻ വേണം, അവിടെ തലച്ചോറ് വേണം. അതുകൊണ്ട് തന്നെ പിയാഷെ പറഞ്ഞു വെച്ചതാണ് ചിന്തിച്ചാൽ മാത്രമേ അവിടെ എന്തുണ്ടാകത്തുള്ളൂ, ഭാഷ ഉണ്ടാകൂ എന്നുള്ളൂ പറഞ്ഞു. പക്ഷേ വൈഗോസ്കി വന്ന് പറഞ്ഞു അതിനോട് ഞാൻ യോജിക്കുന്നില്ല, ഭാഷയാണ് മനുഷ്യനെ ചിന്തിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് എവിടെ നിന്നും കണ്ട കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ, അറിഞ്ഞ കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും ഒക്കെയാണ് മനുഷ്യനെ ചിന്തിപ്പിക്കുന്നതെന്നും വൈഗോസ്കി പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞ് തിരിഞ്ഞും പറഞ്ഞും പോലെ യാങ് പിയാഷെയാണ് ചിന്തയാണ് ഭാഷയെ നയിക്കുന്നതെന്ന് പറഞ്ഞത്, വൈഗോസ്കിയാണ് ഭാഷയാണ് ചിന്തയെ നയിക്കുന്നതെന്ന് പറഞ്ഞത്. പിന്നെ ജെറോം സ്പ്രൂണർ ആണെങ്കിൽ നമ്മുടെ ആശയ അവതരണ രീതിയിലൂടെയാണ്
കുട്ടികൾ ഭാഷ പഠിക്കുന്നതെന്നാണ് ജെറോം എസ് ബ്രൂണർ പറഞ്ഞത് കേട്ടോ. അത് നമ്മുടെ സൈക്കോളജിക്കകത്ത് നമ്മൾ കൂടുതലായിട്ട് കാണും ഇവരെ 3 പേരെയും. പക്ഷേ നോം ചോംസ്കി നമ്മളിങ്ങനെ അങ്ങനെ വലുതായിട്ട് കാണത്തില്ല. നമ്മുടെ മലയാളത്തിൻ്റെ അകത്തും നമ്മളൊരു ചെറിയ ടോപ്പിക്സിനകത്തായിട്ട് കടന്നു പോകും. ഇംഗ്ലീഷിൽ ഒരു ചെറിയ ടോപ്പിക്സിനകത്ത് കടന്നു പോകുന്ന വ്യക്തിയാണ് നോം ചോംസ്കി കേട്ടോ. സോ ഓർത്തിരിക്കണം, രചനാന്തര പ്രചരണ വ്യാകരണം, സർവ്വഭാഷാ വ്യാകരണം, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, ലാഡ്, അതുപോലെ തന്നെ ഇന്നേറ്റ് ഗ്രാമർ സ്കില്ല്, ഇതൊക്കെ കണ്ടുപിടിച്ച വ്യക്തിയാണ് നോം ചോംസ്കി കേട്ടോ. ഇപ്പോഴേ എഴുതി വെച്ചോണം, അവിടുന്ന് ഒരു ചോദ്യം ചോദിക്കും കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തടുത്ത, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ എക്സാമ്പിളാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചത് കേട്ടോ. അടുത്തടുത്ത ഏത് 2 എണ്ണൽ സംഖ്യകളുടെ തുകയും ഒരൊറ്റ സംഖ്യയാണ്. ഈ തത്വം തെളിയിക്കുന്നതിന് പ്രൈമറി ക്ലാസ്സിൽ കേട്ടോ, പ്രൈമറി എന്ന് പറഞ്ഞാൽ അപ്പർ പ്രൈമറി, ലോവർ പ്രൈമറി, LP UP തലങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, അനുയോജ്യമായിട്ടുള്ള പഠന രീതി ഏതാണ്? അതായത് അടുത്തടുത്ത ഏത് 2 എണ്ണൽ സംഖ്യ എടുത്താലും, ഇപ്പോൾ 1ഉം 2ഉം എടുത്താലും 3 ആണ്, 3ഉം 4ഉം എടുത്താൽ 7 ആണ്, 5ഉം 4ഉം എടുത്താൽ 9 ആണ്, 6ഉം 7ഉം എടുത്താൽ 13 ആണ്. കണ്ടോ, ഏത് 2 അടുത്തടുത്ത ഒറ്റ സംഖ്യ എടുത്താലും, ഏത് 2 എണ്ണൽ സംഖ്യ എടുത്താലും അതിൻ്റെ തുക എപ്പോഴും എന്തായിരിക്കും? ഒരൊറ്റ സംഖ്യ ആയിരിക്കും. നമ്മളിപ്പോൾ എങ്ങനെയാണ് നോക്കിയത്? ഉദാഹരണങ്ങളിൽ നമ്മൾ എങ്ങോട്ട് പോയി? പൊതു തത്വത്തിലേക്ക് നമ്മൾ നീങ്ങി. അങ്ങനെ ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുത്വത്തിലേക്ക് എത്തുന്ന രീതിയാണ് ആഗമന രീതി, അല്ലെങ്കിൽ എക്സാമ്പിൾ ടു പ്രൂഫ് ആണ് ആഗമന രീതി എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ്. എക്സാമ്പിളിൽ നിന്ന് പ്രൂഫിലോട്ട് പോവുകയാണെങ്കിൽ അതാണ് ആഗമന രീതി. നമ്മുടെ പ്രൈമറി ക്ലാസ്സുകൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട രീതിയാണ് ആഗമന രീതി. കാരണം കുട്ടികൾ സ്വയമേ കണ്ടെത്താനുള്ള അവസരങ്ങൾ കൊടുക്കണം. 30 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ 30 എക്സാമ്പിൾ നമുക്ക് കിട്ടും. ആ 30 എക്സാമ്പിളിൻ്റെ കൺക്ലൂഷൻ ആയിരിക്കും ഒറ്റ പ്രൂഫ് ആയിരിക്കും. ശരിയല്ലേ? 2 നമ്പർ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ എടുക്കുന്ന നമ്പർ നിങ്ങൾ എടുക്കുന്ന നമ്പർ വ്യത്യസ്തമായിരിക്കും. സോ 30 എക്സാമ്പിളും 30 പ്രൂഫും നമുക്ക് തെളിയിക്കാനായിട്ട് പറ്റും. പിന്നെ നിഗമന രീതിയാണെങ്കിൽ പ്രൂഫ് ടു എക്സാമ്പിൾ. ഇപ്പം നമ്മുടെ ഏരിയ ഓഫ് എ സർക്കിൾ, അല്ലെങ്കിൽ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, അല്ലെങ്കിൽ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ, അല്ലേ, ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര, ചുറ്റളവ് എത്ര എന്നൊക്കെ ചോദിച്ചാൽ ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അവിടെ നിന്ന് വേറെ ഒന്നും തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പ്രൂഫിൽ നിന്നും എങ്ങോട്ട് പോവുകയാണ്? എക്സാമ്പിളിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ പൊതുതത്വത്തിൽ നിന്നും ഉദാഹരണത്തിലേക്ക് നീങ്ങുന്ന രീതിയാണ് നിഗമന രീതി എന്ന് പറയുന്നത്. അപഗ്രഥന രീതി, ഉദ്ഗമന രീതി ഞാൻ പറഞ്ഞായിരുന്നു. അനലിറ്റിക്കൽ മെത്തേഡാണ്. അതായത് നമ്മുടെ അറിയാവുന്നതിൽ നിന്നും അറിയാവുന്ന കാര്യത്തിലേക്കും അറിയാത്തതിൽ നിന്നും അറിയാവുന്ന കാര്യത്തിലേക്കും പോകുന്നതാണ് നമ്മുടെ ഉദ്ഗമന രീതി എന്ന് പറയുന്നത് കേട്ടോ. ഉദ്ഗമന അപഗ്രഥന രീതി എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യം കൂടി ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ്? നമുക്കറിയാം, ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ബാലഗംഗാധര തിലക് കേട്ടോ. കാറ്റഗറി 1ൻ്റെ ചോദ്യമായിരുന്നു ഇത് രണ്ടും. ലോകമാന്യ എന്നറിയപ്പെടുന്നത് നമ്മുടെ ബാലഗംഗാധര തിലകാണ്. അടുത്ത ഛത്രപതി പേര് സ്വീകരിച്ചത് ശിവജിയാണ് കേട്ടോ. ഞാൻ പഠിക്കാത്ത ടോപ്പിക്ക് നിട്ട് നോക്കിയാൽ നിങ്ങൾ ചെയ്യുമെന്ന്. കുറച്ച് പേരൊക്കെ ഉത്തരം ശരിയായിരുന്നു കേട്ടോ. ഛത്രപതി എന്ന പേര് സ്വീകരിച്ചത് ശിവജിയാണ്. ഓക്കെ, അടുത്തതൊരു പാരഗ്രാഫായിരുന്നു. ഉത്തരം കിട്ടിയായിരുന്നോ? ആൻസർ കിട്ടിയായിരുന്നോ പാരഗ്രാഫിൻ്റെ ഒക്കെ? കുറേ പേരൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആൻസറിൽ കൂടെ കടന്നുപോയപ്പം മൈറ്റ് കൺഫ്യൂസിങ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ കുഴപ്പമില്ല, ഗ്രൂപ്പിൽ ഓരോന്ന് വെച്ചാൽ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നുണ്ടോ? അത് കിട്ടുന്നുണ്ടോ? ആദ്യത്തെ ഒരു മാസം നമുക്ക് ഇനി ചെറുത് ചെയ്തിട്ട് കുറച്ച് അപ്ഡേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് കയറാം കേട്ടോ. കിട്ടുന്നുണ്ടോ അതിൻ്റെയൊക്കെ ആൻസർ? ഗ്രൂപ്പിലിടുന്നതിൻ്റെയൊക്കെ ഉണ്ടോ? ചെയ്ത് നോക്കുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് എഴുതി വെക്കുന്നില്ലല്ലോ, മനസ്സിലേലും നോക്കുന്നുണ്ടോ, ആലോചിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അത് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നമുക്ക് വൊക്കാബുലറി, റീഡിങ് സ്കില്ലും റൈറ്റിംഗ് സ്കില്ലും ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ കോംപ്രിഹെൻസീവ് പാരഗ്രാഫ് സോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളത് നോക്കണം കേട്ടോ. ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ പറഞ്ഞു പോകാം. പാരഗ്രാഫ് നിങ്ങൾ വായിച്ചു എന്നെനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആൻസേഴ്സിലേക്ക് ഞാൻ പോകാം. ഇത് കുറച്ച് ലെന്തി പാരഗ്രാഫാണ്. ഒന്ന് വായിച്ച് കിട്ടുമോ ഇല്ലെന്ന് അറിയാനായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. യെസ്, ഓക്കെ. ക്വസ്റ്റ്യൻ ഒന്നാമത്തെ, വാട്ട് ഈസ് എ ഡിഫറെൻറ്റ് സീൻ ബീങ് പ്ലേഡ് ഔട്ട് റൈറ്റ് ബിഹൈൻഡ്? അതിൻ്റെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്. എ പോലീസ്മാൻ ഹാസ് സ്പോട്ടഡ് സമ്മൺ ഇൻ ദി അബാൻഡൻഡ് ബ്ലോക്ക് ഓഫ് ഫ്ലാറ്റ്സ് നിയർ ബൈ. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ 122. ചിൽഡ്രൻ ആർ അസൈൻ ബേബി സിറ്റിംഗ് ഡ്യൂട്ടീസ് ഷട്ട് ചൗധരി. ദി റിപ്പോർട്ടഡ് ഫോം ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ്, അതായത് സാധാരണ പറഞ്ഞ ഒരു കാര്യത്തെ നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുന്ന രീതിയാണ് പറയേണ്ടത്. അവിടെ ഏതാണ്? ചൗധരി ചോൾഡ. ചൗധരി പറഞ്ഞു ദി ചിൽഡ്രൻ വെർ അസൈൻ ബേബി സിറ്റിംഗ് ഡ്യൂട്ടീസ്. അതാണ് ആൻസറായിട്ട് വേണ്ട. ഓപ്ഷൻ സി ആണ് വരേണ്ടത്. അടുത്തത്, വാട്ട് ഈസ് ദി എയിം ഓഫ് മൊബൈൽ ലേണിംഗ് സെൻറ്റേഴ്സ്? ഏതാണ് ആൻസർ വരേണ്ടത്? ടു ബ്രിങ് അൺപ്രിവിലേജ് കിഡ്സ് ഇൻ ടു മെയിൻ സ്ട്രീം.
ഓപ്ഷൻ സി ആണ് അവിടെയും ആൻസർ ആയിട്ട് വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്കൂൾ ഓൺ വീൽസ്? അതിനെപ്പറ്റി ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി തന്നെയാണ് വരേണ്ടത്. എ മിനിമം ഓഫ് 40 സ്റ്റുഡൻസ് പെർ സ്റ്റോപ്പ് ക്യാൻ ബി എൻറോൾഡ് ഇൻ എ ക്ലാസ്. 40 പിള്ളേർ ഒരു ക്ലാസ്സിൽ വേണമെന്നാണ് അതിനകത്ത് തെറ്റായിട്ടുള്ള പ്രസ്താവന പറഞ്ഞത്. അടുത്തത്, ദി പോലീസ്മാൻ റാൻ വിത്ത് റിമാർക്കബിൾ എജിലിറ്റി. ദി ആൻറ്റോണിം ഓഫ് ദി അണ്ടർലൈൻ വേർഡ് ഈസ്. ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ സിമിലർ വേർഡും ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ്, അതായത് വിപരീത പദം. എന്താണ് സിനോണിം എന്ന് പറഞ്ഞാൽ സിമിലർ. നമ്മുടെ സാമാന്യ പദവും വിപരീത പദവും ഇല്ലേ മലയാളത്തിൽ, അതിൽ ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ വിപരീതമാണ്, സിനോണിം എന്ന് പറഞ്ഞാൽ സിമിലർ വേർഡ്, നമ്മുടെ പര്യായ പദങ്ങളെന്ന് പറയത്തില്ലേ. ഇപ്പം മാതാവാണെങ്കിൽ അമ്മ, ജനനി, തായ എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ വിപരീത പദമാണ് വേണ്ടത്. ഇപ്പം പോയി, വന്നു അല്ലേ, എടുത്തു, ഈ എണ്ണീറ്റു, ഇരുന്നു എന്നുള്ള എന്താണ് വിപരീത പദങ്ങളാണ് ആൻറ്റോണിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും സിനോണിം എന്നാണ് ചോദിച്ചതെങ്കിൽ അവിടെ സിമിലർ വേർഡാണ് വരേണ്ടത്. ഇവിടെ എജിലിറ്റിയുടെ സിനോണിം ആണ് ചോദിച്ചത്. എജിലിറ്റിയുടെ സിനോണിം വരേണ്ടത് സ്ലഗ്ഗിഷ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വേണ്ടത്. എജിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിവാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഒരു എജിലിറ്റി വെച്ചുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിനകത്ത് ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഷീ ക്യാൻ ലിഫ്റ്റ് ദി ടേബിൾ. ഷീ ക്യാൻ ലിഫ്റ്റ് ദി ടേബിൾ, അവൾക്ക് ആ ടേബിള് ഉയർത്തുവാൻ പറ്റും. വിച്ച് ഓഫ് ദി എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ദി എബോവ് സെൻറ്റൻസ് എന്ന് ചോദിച്ചാൽ അവൾക്ക് ആ ടേബിൾ ഉയർത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവളുടെ എന്താ അവിടെ പറയുന്നത്, കഴിവാണ് പറയുന്നത്, അല്ലെങ്കിൽ എജിലിറ്റിയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കണം കേട്ടോ. എജിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിവ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനിയും ഹൂ ലോഞ്ച് ദിസ് പ്രോജക്റ്റ് ആൻഡ് വെൻ? ആരാണ് ഈ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തത്, എന്നാണ് ലോഞ്ച് ചെയ്തത്? ഓപ്ഷൻ വരേണ്ടത് ഓപ്ഷൻ ദി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡൽഹി ഡെവലപ്മെൻറ്റ് ഇൻ ഫെബ്രുവരി 2008. അത് റൺ ചെയ്യുന്നത് ബട്ടർഫ്ലൈസ് NGOയുടെ കീഴിലാണെങ്കിൽ അത് പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡൽഹി ഗവൺമെൻറ് ഇൻ ഫെബ്രുവരി 8 കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേണിംഗ് അഗെയിൻസ്റ്റ് ദി ബൗണ്ടറി വാൾ ദി സ്റ്റുഡൻസ് ഓഫ് സീനിയർ ക്ലാസ് ഓഫ് ഡാഷ് എന്നാണ് ചോദിച്ചത്. അത് കടന്നു പോകാനായിട്ട് ലേൺ അബൌട്ട് ദി ജോമെട്രിക്കൽ ഷേപ്പ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കണ്ടോ. അപ്പം കണ്ടോ, ഒരു പാരഗ്രാഫിൽ 121 തൊട്ട് 127 ചോദിക്കണമെങ്കിൽ അവിടുന്ന് 7 ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ പാരഗ്രാഫ് സോൾവിങ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾ വിട്ട് കളയരുത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിൽ നിന്ന് 10 ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴത്തെ പേജ് എടുത്ത് ഇടാഞ്ഞതാണ്. 130 ചോദ്യവും ഈ ഒരു പാരഗ്രാഫിനെ വെച്ചുകൊണ്ടാണ്. അപ്പോൾ കണ്ടോ, 30 ചോദ്യത്തിൽ 10 ചോദ്യം എവിടെ നിന്നാണ്, ഒറ്റ പാരഗ്രാഫിൽ നിന്നാണ് ചോദിച്ചത്. നമ്മളൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് ഇതിനു വേണ്ടി ചിലവഴിച്ചാലും കുഴപ്പമില്ല. ആ 10 മാർക്ക് നമ്മുടെ കയ്യിൽ തന്നെയുള്ള, പുറത്തുനിന്നൊന്നും പോയി നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പാരഗ്രാഫ് സോൾവ് ചെയ്ത് പഠിക്കണം. മലയാളത്തിനും ഇംഗ്ലീഷിനും ഞാൻ പറഞ്ഞല്ലോ മിനിമം ഒരു 20 മാർക്കിനനുസരിച്ച് നമുക്ക് ഈ പാരഗ്രാഫിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങൾ ചെയ്ത് പഠിക്കാനായിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ വീക്കിലി എക്സാമിൻ്റെ ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ.